പാട്ടിന്റെ ലക്ഷണത്തിൽ വൃത്തവിശേഷം സൂചിപ്പിക്കുന്നത് ദ്രാവിഡ വൃത്തങ്ങൾ മാത്രം ഉപയോഗിക്കണം. പാട്ടിനെ കുറിച്ച് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള ഒരു ചാനൽ കയറി കണ്ടാൽ മതി. പുതുമലർക്കാവിൽ വന്നെഴുമിളം കൊടികളും കൊടികൾ പൂവിതളിൽ നിൻരുതിരുമാ പൊടികളും. ഇവിടെ വർണ്ണിക്കപ്പെടുന്ന സ്ഥലം പൊയിലം. 5 വണ്ണം മണിഗ്രാമം ഇവയെക്കുറിച്ച് പരാമർശമുള്ള പ്രാചീന കൃതി പയ്യന്നൂർ പാട്ട്. കോട്ടയം ചെപ്പേടുകൾ എന്നറിയപ്പെടുന്ന ശാസനങ്ങൾ വീരരാഘവ പട്ടയവും തരിസാപ്പള്ളി ശാസനവും. വിഭക്തിന്റെ സംസ്കൃത പദങ്ങൾ ഇല്ലാത്ത ഭാഷയെ ലീലാതിലകകാരൻ ഏതു ഗണത്തിൽപ്പെടുത്തുന്നു? നമ്പ്യാത്തമിഴ്. എഴുത്തച്ഛൻ ധാരാളമായി ഉപയോഗിച്ച വൃത്തങ്ങൾ കാകളി, കളകാഞ്ചി, കേക, അന്നനട. പറയൻ തുള്ളിൽ കുഞ്ചൻ നമ്പ്യാർ പ്രധാനമായി ഉപയോഗിച്ച വൃത്തം മല്ലിക. കുഞ്ഞുണ്ണി മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ബാലപംക്തി കൈകാര്യം ചെയ്യുന്നത് ഏത് പേരിലാണ്? കുട്ടേട്ടൻ. ശബ്ദങ്ങൾ നോവലാണെങ്കിൽ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് ഭഗവത്ഗീതയാണെന്ന് പറഞ്ഞതാര്? എസ് ഗുപ്തൻ നായർ. ഈ കഥയുടെ ഗുണപാഠം നേരത്തെ അങ്ങ് പറഞ്ഞേക്കാമെന്ന് ആരംഭിക്കുന്ന ബഷീർ കൃതി മുച്ചീട്ടു കളിക്കാരന്റെ മകൾ. എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയ്ക്ക് ആധാരമായ പ്രണയകഥയിലെ നായകനെ കഥാപാത്രമാക്കി ആദ്യം കഥ എഴുതിയ കഥാകൃത്ത് എൻ മോഹനൻ. തനത് നാടകവേദിക്ക് കാരണമായ ആതന്റിക് നാടകസങ്കല്പം ആദ്യം അവതരിപ്പിച്ചത് എം ഗോവിന്ദൻ. കാളിദാസ കാവ്യങ്ങളെപ്പറ്റി എം പി ശങ്കുണ്ണി നായർ രചിച്ച വിമർശന ഗ്രന്ഥം ഛത്രവും ചാമരവും. ജീവചരിത്ര നിരൂപണത്തിന്റെ രീതി മലയാളത്തിൽ പ്രയോഗക്ഷമമാക്കിയ നിരൂപകൻ പി കെ ബാലകൃഷ്ണൻ.